വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ എല്ലാവരും സ്കൂളിലൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? ഞാനും പോയിട്ടുണ്ടായിരുന്നടാ. ഒടുക്കത്തെ തലവേദനയൊക്കെ ആയിരുന്നേ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും. ഈ തലവേദന മടിയുടെ ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതില്ല. വെക്കേഷൻ സമയത്ത് മെയിനായിട്ട് ചെയ്യാനുണ്ടായിരുന്നത് കുട്ടികളുടെ പേപ്പർ നോക്കുക എന്നുള്ളൊരിതായിരുന്നു. 1ാം ക്ലാസ്സുകാർക്ക് തന്നെ അത്യാവശ്യം വരികൾ കൂട്ടിച്ചേർക്കാനും കഥ എഴുതാനും ഡയറി എഴുതാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ പേപ്പറിൽ. അത്യാവശ്യം നല്ല രീതിക്ക് പഠിച്ചെഴുതിയ കുറേ മക്കളുണ്ടായിരുന്നേ. അതിൻ്റെ കൂട്ടത്തിൽ അപ്പുറത്തിരിക്കണവൻ്റെ പേര് വരെ എഴുതി വെച്ച മക്കളും ഉണ്ടായിരുന്നു കേട്ടോ. ക്ലാസ്സിലാണെങ്കിലും ഈ ആൻസർ ഷീറ്റിലാണെങ്കിലും കുട്ടികൾ എന്നെ ഞെട്ടിക്കാറ് അവർ ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ. ഞാനൊക്കെ അമ്മയോട് ചോദിക്കാറുണ്ട് എൻ്റെയൊക്കെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയായിരുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ആകുമ്പോൾ എന്നുള്ളത്. കാരണം ഇവരെ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ ശരിക്കും എന്ത് ഭംഗിയായിട്ടാണ് എഴുതുന്നത് അറിയുമോ. ഇന്നിപ്പോൾ പേപ്പർ കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല. കുട്ടികളുടെ എണ്ണമൊക്കെ വളരെ കുറവായിരുന്നു സ്കൂളിൽ. രാവിലെ വന്നപ്പോൾ തന്നെ ഈ ഒരു 12-13 ദിവസത്തെ കഥ പറച്ചിലായിരുന്നു എല്ലാവരും. പരിക്കുകൾ കാണിച്ചു തരലും അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ പറയലും അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ന്യൂ ഇയർ ഗിഫ്റ്റാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. മെയിനായിട്ട് വരാത്തവരെ കുറിച്ചുള്ള കംപ്ലയിൻ്റ് ആയിരുന്നു. അവർ രാവിലെ പാർക്കിൽ കളിക്കുന്നത് കണ്ടു എന്നുള്ള തരത്തിലുള്ള കംപ്ലയിൻറ്റുകളൊക്കെ ആയിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഇവർക്ക് ഹൗസ് തിരിഞ്ഞുള്ള ഗെയിംസൊക്കെ ആയിരുന്നേ. അതും കൂടി കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു. നമ്മുടെ 2 ടീച്ചേഴ്സിൻ്റെ വെക്കേഷൻ ടൈമിൽ ബർത്ത്ഡേ ഉണ്ടായിരുന്നേ. അപ്പോൾ കുട്ടികളൊക്കെ പോയതിന് ശേഷം അതും സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഓക്കെ ബൈ.